Namaste കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ കുനിഞ്ഞത്. നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക? നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ്. ബ്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ കുഞ്ഞൊരു ഹാർട്ടായിരുന്നു. പിന്നെ അത് സർജറി ചെയ്തു. അപ്പൊ നമ്മുടെ സ്കിന്ന് വലിയുമല്ലോ, അപ്പൊ സ്കിന്ന് വലിഞ്ഞപ്പോ ഈ ഹാർട്ട് കുറച്ചും കൂടി സ്പ്രെഡ് ആയതാണ്. അതാണ് ഈ റെഡ് ഒക്കെ മങ്ങിക്കിടക്കുന്നത്. അടിച്ചപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. വസ്ത്രത്തിന്റെ സിബ് ഊരി പോയതാണോ? എന്തിയാ ഇതിന്റെ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പൊ പറയും ഇത് ദീപ്തി ഇറക്കി വലിച്ചിട്ടുന്ന്. ഒരിക്കലും അല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് അവരുടെ. അപ്പം നമുക്കിന്ന് ഈ വീഡിയോയെ കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് ചർച്ചയാവാം. ഇപ്പം ദീപ്തി കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഞാൻ ട്രാൻസ് വുമണൊന്നുമല്ല, ഞാൻ ജന്മനാ വുമണാണ്, ഗേളാണ്. ഇപ്പം ഞാൻ വുമൺ സ്റ്റേജിൽ നിൽക്കുന്നു. 3 പെൺകുട്ടികളുടെ അമ്മയാണ്. ഞാനിടുന്നതും ഫ്രോക്ക് തന്നെയാണ്. മോഡേണായിട്ട് ഡ്രസ്സുകളൊക്കെ ഇടുന്നുണ്ട്. വി കട്ട് ടൈപ്പ് ഇടുന്നുണ്ട്, യു കട്ട് ടൈപ്പ് ഇടുന്നുണ്ട്, എല്ലാ ഡ്രസ്സും ഇടുന്നുണ്ട്. പക്ഷേ ഡ്രസ്സ് അത് എങ്ങനത്തെ ആയിരിക്കണം എന്ന് ചൂസ് ചെയ്യുന്നത് എൻ്റെ റൈറ്റ്സാണ്. അത് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ അതായത് കഴുത്ത് വൈൽഡാവണോ, ഡീപ്പാവണോ, എത്രമാത്രം ഇറക്കം വേണം എന്നൊക്കെ തീരുമാനിക്കും ഞാൻ. ഇനി അഥവാ ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു, അതിന് ഇച്ചിരി നീളം കൂടിയാലും കുറഞ്ഞാലും അത് ഏത് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അതിനകത്ത് എന്ത് ഇന്നർ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. ഞാൻ ഉള്ളത് പറയട്ടെ, നമ്മളുടേത് ഒരു ഭാരതം, ഇന്ത്യൻ കൾച്ചറാണ്. ഈ കൾച്ചറിൽ ജീവിക്കുന്നവർക്കൊക്കെ അവരുടെ ഓരോ കാര്യം അവർക്കറിയാം. ഞാൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏത് തരം ഡ്രസ്സ് ഇടണം, ഞാൻ എങ്ങനെ നടക്കണം, ഇതൊക്കെ. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ യൂറോപ്പിൽ പോകാം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോയാലും അവരുടെ ഡ്രസ്സ് സംവിധാനങ്ങൾ മാറും. സൗദിയിൽ പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർ അവിടുത്തെ നിയമങ്ങൾ പാലിക്കും. അവരൊരിക്കലും കുറ്റങ്ങൾ പറയാറില്ല. ദുബായിൽ പോകുമ്പോൾ അവർക്കറിയാം അവിടെ ഏത് രീതിയിൽ ഡ്രസ്സ് ധരിച്ച് നടക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് അവരങ്ങനെ പോകും. യൂറോപ്പിൽ പോകുമ്പം ഇവിടുന്ന് എന്താ പറയുക, ഈ മൂടി പൊതിച്ച് ഇങ്ങനെ നടക്കുന്ന അമ്മച്ചി പോലും അവിടെ ചെല്ലുമ്പോൾ, അമ്മച്ചി ആയിക്കോട്ടെ, കൊച്ചുങ്ങളായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയും അകത്തിടുന്ന ഇന്നർ എന്ന് പറയും, അതായത് ഷിമ്മി. അത് അവിടെ ചെല്ലുമ്പോൾ അവർക്കത് പുറത്തിടുന്ന ഒരു നോർമൽ ഡ്രസ്സായിട്ട് മാറും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, അവരവിടുത്തെ കൾച്ചറായിട്ട് അഡാപ്റ്റായിട്ട് അവർ ആ രീതിയിലേക്ക് അങ്ങനെ മാറും. അത് സ്വാഭാവികം. അത് ഓരോ കൺട്രിയുടെയും കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ കൾച്ചർ എന്താണോ അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ പുരോഗമനവാദം സംസാരിക്കുന്ന ആൾക്കാർ ഞാൻ പുരോഗമനവാദിയാണോ എന്ന് പറഞ്ഞാൽ അതാണ്, എന്നാൽ ഞാൻ ഇതാണെന്ന് വെച്ചാൽ ഇങ്ങനെയുമാണ്. അതായത് രണ്ടും മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. എൻ്റെ ഏജിലുള്ള ആൾക്കാർ പഴയ കാലത്ത് അവരൊരിക്കലും ഈ മാതിരി ഫ്രോക്ക് ഉപയോഗിക്കില്ലായിരുന്നു. അവർ സാരി ഉപയോഗിക്കുമായിരുന്നു. ചുരിദാർ പോലും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അവർ നേരെ സാരി, കാരണം 3 പെൺപിള്ളേരുടെ അമ്മയാകുമ്പോൾ ഒരു സാരി ഉടുക്കുക, അങ്ങനെ ഒരു ലെവലിലേക്കും. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ എൻ്റെ ലെവലുള്ളൊക്കെ ജീൻസ് ഇടുന്നുണ്ട്, ഫ്രോക്ക് ഇടുന്നുണ്ട്, മോഡേൺ ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഡ്രസ്സുകൾക്കും ലിമിറ്റഡ് ഉണ്ട്. ഇനിയിപ്പം അമേരിക്കയിൽ കിടക്കുന്ന മദാമ പോലും ഇന്ത്യ വരുമ്പോൾ അവർ അറിയില്ല, ആദ്യമായിട്ട് ഇന്ത്യ വരുന്നെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം അവരുടെ കൾച്ചർ ഡ്രസ്സ് ഇടും, എന്നിട്ട് പുറത്തേക്ക് ഒന്നിറങ്ങും. അവർ മൊത്തം നോക്കും. അവർ നേരെ ഇന്ത്യയിലെ ആൾക്കാർ എങ്ങനെയാണോ ആ ലെവലിലേക്ക് അവർ വരും. അവർ പതിയെ ഓവർകോട്ട് ഇടാൻ തുടങ്ങും, അവരുടെ ട്രൗസറിൻ്റെ നീളം കൂട്ടാൻ നോക്കും. അവരുടെ അതില്ലെങ്കിൽ സഡൻലി അവർ പർച്ചേസ് ചെയ്യും. അതങ്ങനെയാണ്, അത് ഓരോ നാടിൻ്റെയും കൾച്ചറാണ്. പിന്നെ മറ്റൊന്ന് ചോദിച്ചല്ലോ, കുനിയുമ്പോൾ കൈ വെക്കുമോ, നിങ്ങൾ നോക്കുമോ? ഞാനൊരു കാര്യം പറയട്ടെ. വീടിനുള്ളിൽ ഒരു വീട്ടമ്മ കുനിയുമ്പോൾ ആളുടെ വീട്ടിലൊരാണുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് നോക്കില്ല. കുനിയുന്നത് കാണുമ്പോൾ അവരവരുടെ മുഖം മാറ്റും. പിന്നെ വീട്ടമ്മ കുനിയുമ്പോൾ അവർ കൈയില്ലേ, നൈറ്റിയാണ് മിക്ക വീട്ടമ്മമാർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചുരിദാറായിരിക്കും.
എന്തും ആയിക്കോട്ടെ, അവരാരെയും കഴുത്ത് ഇത്രയും വെട്ടി ഇറക്കി നീണ്ട് നിവർത്തിയിട്ടല്ല അവർ വീട്ടിലെ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അവർക്ക് കംഫോർട്ടായ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന പോലെ അവർ കുനിയുമ്പം അവരെ അങ്ങ് അണ്ടർ വരെ കാണാൻ പറ്റുന്ന ഒന്നും അതിനകത്തില്ല. പിന്നെ 2, വീടിന് പുറത്ത് തൂക്കുവാണെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം തൂക്കണം എന്നുള്ളത്. അവർ തൂക്കും. പക്ഷെ ഒരിക്കലും അവരെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്ക് സൈഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നൈറ്റി ഇങ്ങനെ മേപ്പോട്ട് കയറ്റും. അത് സ്വാഭാവികമാണ്, വന്ന് ചേരുന്നതാണ്. പെണ്ണായി ജനിച്ചാൽ അത് തനിയേ വന്ന് ചേരും. അതങ്ങനെ വലിച്ചിടും. എന്നിട്ട് നമ്മൾ തൂക്കും. ചില സമയങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പുറത്തോട്ട് ഇറങ്ങുന്നെങ്കിൽ, അല്ലെങ്കിൽ റോഡ് സൈഡാണ് നമ്മുടെ വീട്, അപ്പോൾ റോഡിൻ്റെ അരികൊക്കെ തൂക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൈ അത് സ്വാഭാവികമായിട്ട് വരും. കാരണം നമ്മൾ ഈ ഒരു കൈ ഉപയോഗിച്ചിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ അത് വരും. ആരും അല്ലെങ്കിൽ അവിടുന്ന് അമ്മായിമ്മയോ അമ്മയോ അപ്പനോ പെണ്ണും കെട്ടിയവനോ അല്ലെങ്കിൽ മക്കളോ പറയണം അമ്മയെ കൈവെക്ക് അല്ലെങ്കിൽ അമ്മയെ നൈറ്റ് എന്നൊരു മനുഷ്യരും പറയണ്ട. പെണ്ണായി ജനിച്ചാൽ അത് തനിയേ വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ കൈ ഇങ്ങനെ വെക്കുക എന്നുള്ളത്. അത് വെച്ചു പോകും. എനിക്ക് 3 പെൺകുട്ടികളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ 2 മക്കൾ വലുതാണ്. അവർ ഇന്നും വീടിന് പുറത്തോട്ടിറങ്ങി തൂക്കുന്നതായിക്കോട്ടെ, വാരുന്നതായിക്കോട്ടെ, കുനിയായിക്കോട്ടെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ അവരുടെ അടുത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുക്കാതെ തന്നെ എൻ്റെ കുട്ടികൾ കൈ ഇങ്ങനെ വയ്ക്കും. അതങ്ങനെയാണ്. നമ്മളൊരിക്കൽ പോലും ഒന്നും ആരെയും പറഞ്ഞ് പഠിപ്പിച്ച് എടുക്കേണ്ട ആവശ്യകത അതിനകത്തില്ല. അതിനാണ് പെണ്ണായിട്ട് ജനിക്കണം എന്ന് പറയുന്നത്. ആണായിട്ട് ജനിച്ച് പിന്നെ പെണ്ണാകുമ്പോൾ അവർക്കൊരിക്കലും ഒരു പെണ്ണിൻ്റെ യാതൊരുവിധ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ലെന്നേ. അവർ നടപ്പിന് ഇങ്ങനെ 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 നടന്നാൽ മാത്രം പോരാ. അവർ നടപ്പിനകത്ത് ഒരു പെണ്ണ് നടക്കുന്ന ഒരു രീതി എനിക്കവരിൽ കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ വോയിസ് എനിക്കൊന്ന് വിരലെന്ന് 1-2 ആൾക്കാർക്കുള്ളൂ ഒരു പെണ്ണിൻ്റേതായ കറക്റ്റ് വോയിസ് ഉള്ളത്. മറ്റുള്ളവർക്കൊക്കെ മിക്സ്ഡാണ്. പെണ്ണിൻ്റെ ആണിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു വോയിസാണ്. കാരണം അവർ ഈ എന്താ പറയുക, പെണ്ണുങ്ങളുടെ ശരീരത്തെ ഹോർമോൺസ് എന്താണോ ആ ഹോർമോൺസ് കുത്തിവെച്ച് അങ്ങനെ അവരുടെ വോയിസൊക്കെ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ചിലവരുടെ മുഖം അവരെത്ര ഒരുങ്ങി എന്ന് പറഞ്ഞാലും ശരി, എത്ര ഇതാന്ന് പറഞ്ഞാലും അവരുടെ മുഖത്ത് ഒരു പുരുഷഭാവം അതുണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ മനസ്സങ്ങനെയാണ്. നമ്മൾ ആരും ഒന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ ശ്രമിച്ചില്ല. നമ്മൾ ചേർത്ത് നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ അവരുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾ മോശമാണ് നിങ്ങളുടെയൊക്കെ ഒന്നും പറയുന്നില്ല. അതൊക്കെ ദൈവം തരുന്ന ഓരോ കാര്യങ്ങളാന്നേ. അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു തവണ നിങ്ങളുടെ ഹോർമോൺ ഗുളികകൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ആണെന്ന് പറയുന്ന ശരീരത്തിലേക്ക് പോകേണ്ടി വരും. അപ്പം പെണ്ണാണായാലും ഇത് തന്നെ അവസ്ഥ. അത് ഉത്തമ ഉദാഹരണമാണല്ലോ. ഞാൻ ആ കൊച്ചിൻ്റെ പേര് മറന്നുപോയി. അത് ആ പെൺകൊച്ച് ആണായിട്ട് മാറി മാരേജ് ചെയ്ത ശേഷം അവരൊരു കുട്ടീനെ വേണമെന്ന് കണ്ടപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ദൈവാനുഗ്രഹം കൊണ്ട് ഗർഭപാത്രം എടുത്ത് കളയാഞ്ഞത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിലൂടെ വീണ്ടും പെണ്ണായി മാറി അല്ലേ, പെണ്ണായി മാറി. പിന്നെ ഗർഭം ധരിച്ചു, പ്രസവിച്ചു, ബാക്ക് ടു ഫുൾ നോർമൽ ആണിൻ്റെ ഇതിലേക്ക് പോയി. ആണോ ഇല്ലയോ? അപ്പോഴും ഒരു പെണ്ണിൻ്റെതായ എന്തെങ്കിലും മറ്റേ പുള്ളിക്കുണ്ടാവില്ല. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുടേത് തനിതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഹോർമോൺ ഗുളിക എടുത്താലോ ഇഞ്ചക്ഷൻ കുത്തിവെച്ചാലോ അവയവങ്ങൾ എന്താ പറയുക സിലിക്കോൺ വെച്ച് ഫിറ്റ് ചെയ്താലോ മുറിച്ച് കളഞ്ഞാലോ കൂട്ടിച്ചേർത്താലോ തന്നെ ചേർത്താലോ ജന്മനാ കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഈ കേരളത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരുണ്ട്, സിനിമ ആക്ട്രസ് വരെ. അവർ ആ മൂവിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അല്ലേ ബിക്കിനി വരെ ഇട്ടിടുന്ന ആൾക്കാരാണ് മൂവിയിലൊക്കെ. പക്ഷേ അവർ റിയൽ ലൈഫിൽ അവരങ്ങനെയാണോ നടക്കുന്നത്? പബ്ലിക്കലി അവർക്ക് എങ്ങനെ നടക്കണം എന്ന് കൃത്യമായിട്ടറിയാം. അവർ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ല അവർ നോർമലായിട്ട് ഒരു നോർമൽ ഇതിലേക്ക് വരുമ്പോൾ അവരിടുന്നത്. ഫംഗ്ഷന് പോകുമ്പോൾ അതായത് പാർട്ടീസും വലിയ ഇനോഗ്രേഷൻ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരിടുന്ന ഡ്രസ്സുകൾ ഭയങ്കര മോഡേണായിട്ട് ടൈറ്റ് ചെയ്ത് അതിൽ കുറച്ച് എക്സ്പോസ് ആയിട്ടുള്ളതായിരിക്കും. മൂവി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദീപ പദുക്കോണ്, നമ്മുടെ നയൻതാര, അതുപോലെ തന്നെ ഹണി റോസ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അതായത് നോർത്ത് സൈഡിലും സൗത്ത് സൈഡിലും മലയാളത്തിലും എല്ലാ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരാരെങ്കിലും
ആഫ്റ്റർ മൂവി അവരതേ വേഷമാണോ കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സോങ് സീനിന് വേണ്ടി അഭിനയിക്കുന്ന അതേ വേഷമാണോ അവർ കണ്ടിന്യൂ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. നിങ്ങളാണ് ഒരു മാതിരി വിരണം കെട്ട വേഷവും കെട്ടി നാട്ടുകാർ മുന്നിലെല്ലാം വന്ന്, ആണുങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ദിവസം കാണുമ്പോൾ ആൾക്കാർ നോക്കി പോകുന്നേ. പെണ്ണായി ഞാൻ തന്നെ നോക്കും, ഇതെന്താടാ സംഭവം നോക്കും. അത് സ്വാഭാവികം. ആ സ്വാഭാവികത കുറ്റം പറയാൻ പറ്റില്ല. അതൊരു പയ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, സിബിട മറന്നതാണോ എന്ന്. ഒരു പെണ്ണും ഈവൻ മൂവി ആർട്ടിസ്റ്റ് പോലും അവരൊന്നും ഇങ്ങനെ ചെയ്യില്ലെന്നേ. നിങ്ങൾക്ക് ഒരാൾ കാണിക്കാം പബ്ലിക്കലി ഇമാതിരി വൈൽഡായിട്ടുള്ള നെക്കൊക്കെ ഉപയോഗിച്ച് വരുന്നത് പെണ്ണുങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. ആ പെണ്ണുങ്ങളാരും ഇത്രയാണ് കഴുത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളൊരു ഇന്നർ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ആ ഡ്രസ്സ് കൊണ്ടുവന്ന് ഒരു ടൈലർ അല്ലെങ്കിൽ തയ്യൽക്കാരെ കൊടുത്തിട്ട് പറയും, ഇത്രയും ഭാഗത്തേക്ക് ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു നെറ്റോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് അധികം നമ്മുടെ മുടി എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ, നിങ്ങൾ അതിന് പറ്റുന്ന അതിന് ചേരുന്ന രീതിയിൽ അകത്തൊരു എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട്, അതായത് ആ ഡ്രസ്സ് അത്രയും ഇഷ്ടപ്പെട്ടു, അത് നമുക്കത് കയ്യിൽ നിന്ന് വിടാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ചിട്ട് ഇത് ടൈലറിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഓൾട്രേറ്റ് ചെയ്ത് ഈ സംഭവം ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡിയാക്കും. എന്നിട്ട് നമ്മളത് ഇടും. അല്ലാതെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അതങ്ങനെ ധരിക്കണമെന്ന് ഒരു പെണ്ണും പറയുന്നില്ല, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും പറയുന്നില്ല, ഇതുണ്ടാക്കുന്ന ഫാക്ടറിയും പറയുന്നില്ല, നമ്മുടെ നിയമവും പറയുന്നില്ല. ഈ ഡ്രസ്സ് അതെൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ധരിക്കണം എന്നുള്ളതും അവനവൻ്റെ ഇഷ്ടമാണ്. എന്ന് വെച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ കോമാളി വേഷം കെട്ടാൻ ഒരു പെണ്ണിനെയും കിട്ടില്ല. ഇതിപ്പോൾ വല്ല യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല വളരെ ബോറായിന്ന്. അവിടേക്ക് അങ്ങനെയാണ്, അവിടേക്ക് അങ്ങനെ നടക്കാം, അത് കോമണാണ്. അവിടെ ഒരാണും ഒരു പെണ്ണും കമൻറ്റ് പറയില്ല, എത്തി നോക്കില്ല, അവർ ചോദിക്കില്ല സിബില്ലാഞ്ഞിട്ടാണോ എന്നല്ലേ, അവരതൊന്നും പറയില്ല. അവരുടെ കൾച്ചർ തന്നെ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വേഷം കൊണ്ട് സൗദി പോവോ? സൗദി റിയാദ് പോലുള്ളിടത്തൊന്നും പർദ്ദ വേണ്ടെങ്കിലും ഉള്ളേരിയോട്ട് കഴിഞ്ഞാൽ പർദ്ദ വേണം, നിർബന്ധമാണ്. അവിടെ ജനാധിപത്യ രാജ്യമൊന്നുമല്ല. അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അവിടെയുള്ള മനുഷ്യർ ജീവിക്കും. അതുപോലെ തന്നെ ഓരോ രാജ്യത്തും ഓരോ കൾച്ചർ, ഓരോ നിയമങ്ങളൊക്കെ ഉണ്ട്. അത് പാലിക്കാൻ പറ്റില്ലെങ്കിൽ വായ്ത്താളടിക്കാൻ നിൽക്കരുത്. പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് നീ കോപ്രായം കാണിക്കുന്നുണ്ടെങ്കിൽ നീ അത് പറ. സ്ത്രീകളെ കൂട്ടുപിടിക്കരുത്, ഒരു സ്ത്രീനെ നീ കൂട്ടുപിടിക്കരുത്. അത് ഓരോ സ്ത്രീയുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ അഴിഞ്ഞാടി ജീവിക്കുകയല്ല. ആക്ടിങ് ഫീൽഡ് നല്ലതാണ്, മോഡേൺ ഫീൽഡ് നല്ലതാണ്, എല്ലാ ഫീൽഡും നല്ലതാണ്. അവിടുത്തെ രീതിക്കനുസരിച്ച് നീ ഡ്രസ്സ് ധരിച്ചു ഒന്നും പറയുന്നില്ല. പക്ഷെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞത് ഇമ്മാതിരി തെമ്മാടത്തരം കാണിച്ചിട്ട് അഴിഞ്ഞടി വർത്താനം പറയുന്നതിലെ ഞാൻ അത് പറഞ്ഞത്. അല്ലാണ്ട് നീ ചെയ്യുന്ന ഫീൽഡിൽ നീ അഴിഞ്ഞാടിയിട്ടാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോട്ട് ദ പോയിന്റ്, ഓക്കെ? അല്ല നാളെ അത് പറയരുത് ഞാനത് അങ്ങനെ പറഞ്ഞു എന്ന്. ഓരോ ഫീൽഡിലും ഓരോ രീതിയുണ്ട്, നടത്തം, വർത്തമാനം, ഡ്രസ്സിങ് സെൻസ്, അങ്ങനെ പലതും. അതുകൊണ്ട് അത് അഴിഞ്ഞാട്ടമാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് നീ പബ്ലിക്കലി കൊണ്ടുവരുമ്പോൾ അത് അഴിഞ്ഞാട്ടമാണ്, അത്രയും ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. നിങ്ങൾക്കത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് ബൈ ബൈ.